കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 10-ാം സ്കന്ധം അധ്യായം 10 യമള അർജുന വൃക്ഷങ്ങളുടെ വിമോചനം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 40 നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച ജ്ഞാതം മമ പുരൈവദൈത് ഋഷിണാ കരുണാത്മന യശ്രീമം അന്തയോർ വാഗ്ഭീർ വിഭ്രംശോ അനുഗ്രഹകൃത. അതായത് പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, മഹർഷി നാരദ മുനി അതീവ കാരുണ്യവാനാണ്. ഭൗതിക സമ്പത്തിൽ ഭ്രമിച്ച് ഉന്മത്തരായി കണ്ണു കാണാതായ നിങ്ങളിൽ ശാപത്താൽ വലിയ അനുഗ്രഹം ചൊരിയുകയാണ് അദ്ദേഹം ചെയ്തത്. സ്വർഗത്തിൽ നിന്ന് നിപതിച്ച് വൃക്ഷങ്ങളായി തീർന്നെങ്കിലും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം എനിക്ക് പണ്ടേ തന്നെ അറിയാമായിരുന്നു. ഭഗവാൻ ഉരളിൽ കെട്ടിയിട്ട്, യശോദമയ്യ ഉരളിൽ കെട്ടിയിട്ട ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ട് യമള അർജുന വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ആ ഉരൽ വലിച്ചുകൊണ്ട് പോവുകയും ആ ഉരലിന്റെയും ഭഗവാന്റെയും ശക്തി കാരണം യമള അർജുന വൃക്ഷങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. അതിൽ നിന്ന് രണ്ട് യുവ സുന്ദര കോമള കുമാരന്മാർ എഴുന്നേറ്റ് വരികയും അവർ കൂപ്പുകൈകളോടുകൂടി ഭഗവാനെ വണങ്ങുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ നളകുബേരന്മാരാണ്. പക്ഷേ നാരദ മഹർഷിയെ അപമാനിച്ചത് മൂലം നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും ശാപമുണ്ടായിരിക്കുന്നു. ആ ശാപത്തിന്റെ ഫലമായി നിങ്ങൾ രണ്ട് വൃക്ഷങ്ങളായി മാറി. ആ വൃക്ഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ കടപുഴകി വീണിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷവും പ്രാപ്തമായി. അപ്പോൾ ഋഷിയായ നാരദ മഹർഷിയുടെ ശാപം ഇപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വൈഷ്ണവരുടെ ശാപം നമുക്ക് എല്ലായ്പ്പോഴും അനുഗ്രഹമായി ഭവിക്കുന്നത്. എപ്പോഴാണ് അത് അനുഗ്രഹമാകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനാവില്ല. കാരണം യമളാർജ അർജുന വൃക്ഷങ്ങൾ വർഷങ്ങളോളം ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട്, ഭഗവാൻ എപ്പോഴാണ് ഭൂമിയിൽ അവതരിക്കുന്നത്, ഭഗവാന്റെ സ്പർശം എപ്പോഴാണ് ഞങ്ങളിൽ മേൽ പതിക്കുന്നത്, അപ്പോൾ മാത്രമേ ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അതും അന്നു മുതൽ ആ രണ്ട് വൃക്ഷങ്ങളും സദാസമയവും ഭഗവാനെ തന്നെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിന്റെ പരിണത ഫലമായിട്ട് ഭഗവാന്റെ സ്പർശം അവർക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ശാപത്താൽ അനുഗ്രഹം നേടിയിരിക്കുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ അരുളി ചെയ്യുന്നത്. ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭക്തന്റെ ശാപവും അനുഗ്രഹമായി കാണണമെന്ന് പരമദിവ്യോത്തമ പുരുഷൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവമംഗളകാരി ആണെന്നതുപോലെ വൈഷ്ണവനും സർവമംഗളകാരി തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്നതെല്ലാം എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് മാത്രമാണ്. ഇത് ഇനി വരുന്ന ശ്ലോകങ്ങളിലും വ്യക്തമാകുന്നു. ശ്ലോകം 41 നോക്കാം. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം ദർശനാനോ ഭവേത് ബന്ധ പുംസോക്ഷണോ സവിതുര്യഥാ. അതായത് സൂര്യനുമായി നേർക്കുനേർ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണുകളെ അന്ധകാരം ബാധിക്കില്ല, കണ്ണിൽ പ്രകാശം നിറയും. അതുപോലെ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത ദൃഢനിശ്ചയമുള്ള ഒരു സാധുവിനെ, ഭക്തനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ബന്ധനത്തിന് കീഴ്പ്പെടേണ്ടി വരില്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, ഒരു സാധു സംഘത്തിലൂടെ അല്ലെങ്കിൽ ഒരു പരമഭക്തന്റെ സാമീപ്യത്താൽ നമ്മൾക്ക് ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം ലഭിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീ ചൈതന്യ മഹാപ്രഭു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്,
സാധു സംഘ സാധു സംഘ സർവശാസ്ത്രേ കയ ലവമാത്ര സാധു സംഘേ സർവസിദ്ധി ഹയ. അപ്പോൾ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്ന സന്ദർഭവശാലോ യാദൃശികമായോ ഒരു സാധുവിനെ അല്ലെങ്കിൽ ഒരു ഭക്തനെ കണ്ടുമുട്ടാനിടയായാൽ അയാളുടെ ജീവിതം ഉടനടി സഫലമാകുന്നു എന്നാണ് അർത്ഥം. തൽക്ഷണം അയാൾ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നു. ഒരാൾ സാധുവിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരാൾ അങ്ങനെ ചെയ്തില്ലെന്ന് വന്നുകൂടെ, അപ്പോഴോ എന്ന് വാദിച്ചേക്കാം. ഒരു സാധു എല്ലാവരോടും സമഭാവനയോടെയാണ് പെരുമാറുക. ഒരു പരമഭക്തൻ എല്ലാവരോടും തന്നോട് വിരോധത്തിൽ പെരുമാറിയാലും തന്നോട് സ്നേഹത്തിൽ പെരുമാറിയാലും തന്നോട് ബഹുമാനത്തിൽ പെരുമാറിയാലും എല്ലാവരോടും ഒരേപോലെ സമഭാവനയോടെയാണ് കാണുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത്. ശുദ്ധഭക്തനായതുകൊണ്ട് ഒരു സാധു പക്ഷഭേദമില്ലാതെ കൃഷ്ണാവബോധം എല്ലാവർക്കും നൽകുന്നു. സ്വാഭാവികമായി അയാൾക്ക് മുക്തനായി തീരാനും സാധിക്കും. പക്ഷെ വല്ലാതെ അപമാനിക്കുന്നവരും വൈഷ്ണവാപരാധങ്ങൾ ചെയ്യുന്നവരും തിരുത്തപ്പെടാൻ അല്പസമയം എടുത്തേക്കും. ഇക്കാര്യവും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ ശരിക്കും നാരദ മഹർഷി, പരമഭക്തനായ നാരദ മഹർഷി അതുവഴി പോയപ്പോ പരിപൂർണ നഗ്നരായി ജലക്രീഡകളിൽ ഏർപ്പെട്ടിരുന്ന ഈ മണിഗ്രീവനും അദ്ദേഹത്തിന്റെ സഹോദരനും നാരദ മഹർഷിയെ ബഹുമാനിക്കുകയോ വേണ്ടത്ര നമസ്കാരങ്ങൾ സമർപ്പിക്കുകയോ ചെയ്യാതെ ജലക്രീഡയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. കാരണം അവർക്ക് രണ്ടുപേരും കുബേരന്റെ മക്കളായതിനാൽ ആ പണത്തിന്റെ അഹങ്കാരം അവർ കാണിച്ചു എന്നാണ് സാരം. അപ്പോ അതിന് നാരദ മഹർഷിയിൽ നിന്നും ശാപം ഏൽക്കേണ്ടി വന്നു. ആ ശാപം എന്ന് വെച്ചാല് ഭൂമിയിൽ പോയി മരങ്ങളായി വൃക്ഷങ്ങളായി ജീവിക്കാൻ ഇടയാകട്ടെ എന്നായിരുന്നു ശാപം. അപ്പോഴാണ് നളഗ്രീവിന് ആ ബോധോദയം ഉണ്ടായത്. അവർക്ക് രണ്ടുപേർക്ക് സഹോദരങ്ങൾക്ക് മണിഗ്രീവനും നളകുബേരനും ബോധോദയം ഉണ്ടായത്. തൽക്ഷണം അവർ നാരദ മഹർഷിയുടെ കാൽക്കൽ വീണ് ക്ഷമാപണം നടത്തുകയും ശാപമോക്ഷമായിട്ട് എപ്പോഴാണോ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ നിങ്ങളുടെ സമീപം എത്തിച്ചേരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും എന്ന വരവും നൽകി. ഇപ്രകാരം ഒരു പരമഭക്തന് ഒരിക്കലും ആരെയും ശപിച്ച് നശിപ്പിക്കാനാവില്ല എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. മാത്രവുമല്ല ആ ശാപം അവർക്ക് പുണ്യമായി ഭവിക്കുകയും ചെയ്യും, ഗുണകരമായി ഭവിക്കുകയും ചെയ്യും എന്നും മനസ്സിലാക്കാം. പക്ഷേ മനഃപൂർവ്വം സാധുക്കളെ അല്ലെങ്കിൽ ഭക്തന്മാരെ അപമാനിക്കുന്നതോ വൈഷ്ണവാപരാധങ്ങൾ ചെയ്യുന്നതും തീർച്ചയായിട്ടും അത് വലിയ അപരാധങ്ങൾ തന്നെയാണ്. അതിന് പരിഹാരമായിട്ട് കുറെ വർഷങ്ങൾ ഇവിടെ വൃക്ഷങ്ങളായി അവർക്ക് നിൽക്കേണ്ടിയും വന്നു. അപ്രകാരം ഏതൊരാളാണോ വൈഷ്ണവാപരാധം ചെയ്യുന്നത് അതിന്റെ ശിക്ഷ അവർക്ക് വേണ്ടുവോളം അനുഭവിക്കേണ്ടി വരും. എന്നാൽ അതിന്റെ ഒടുവിൽ അവർക്ക് ശാപമോക്ഷം ലഭിക്കുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടും ആ സാധുക്കളുടെ സാമീപ്യത്തിൽ ഉണ്ടാവുന്ന പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അവരിൽ വന്നു ചേരുക. അപ്പോൾ ശ്ലോകം 42 നോക്കാം. തദ്ഗച്ഛതം മത്പരം ഔ നളകൂവര സാധനം സഞ്ജാതോ മയി ഭാവോ വാമീപ്സിത പരമോ ഭവ. വാമീപ്സിത പരമോ ഭവ. അതായത് ഹേ കുബേര മണിഗ്രീവന്മാരെ, ഇനി നിങ്ങൾക്ക് സ്വഭവനത്തിലേക്ക് മടങ്ങാം. എന്റെ ഭക്തിയുത സേവനത്തിൽ എപ്പോഴും മുഴുകിയിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഭഗവാനിൽ പ്രേമവും മമതയും വളരുവാനുള്ള നിങ്ങളുടെ ആഗ്രഹവും നിറവേറും. ഇനിയൊരിക്കലും നിങ്ങൾ ആ തലത്തിൽ നിന്ന് താഴേക്ക് അത് പതിക്കുകയില്ല എന്ന് ഇവിടെ ഭഗവാൻ വാഗ്ദാനം നൽകുന്നു, അനുഗ്രഹം നൽകുന്നു. അതായത് മണിഗ്രീവനെയും നളകുബേരനെയും ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഇത്രയും കാലവും നിങ്ങൾ വൃക്ഷങ്ങളായിട്ട് ആ ശാപത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ട് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇത്രയും വർഷവും വൃക്ഷങ്ങളായി നിന്ന നിങ്ങൾ സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടേ ഇരുന്നതിനാൽ ഭഗവാനിൽ പ്രേമഭക്തിയും അല്ലെങ്കിൽ ഭക്തിയുത സേവനവും വളരാനുള്ള കാരണവുമായി. അത് കാരണം ഇനി ഒരിക്കലും അവർക്ക് അധപതനം ഉണ്ടാവുകയില്ല എന്നും ഭഗവാൻ തീർത്തും പറയുന്നു. ഭാവാർത്ഥം നോക്കാം. ഭക്തിയുത സേവനത്തിൽ എത്തിച്ചേരുകയും സദാ ഭക്തിപരമായ പ്രവൃത്തികളിൽ മുഴുകുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഇത് മനസ്സിലാക്കിയ നളകുബേര മണിഗ്രീവന്മാർ ആ തലത്തിലേക്ക് എത്തിച്ചേരാനും ആഗ്രഹിച്ചു. പരമദിവ്യോത്തമ പുരുഷനാകട്ടെ ആ അതീന്ദ്രിയമായ ആഗ്രഹം നിറവേറാനായി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ശ്ലോകം 43 നോക്കാം. ശ്രീശുക ഉവാച ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ പുനഃ ബദ്ധോ
ഉലൂഖലാമന്ത്ര്യ ജന്മദൂർദിശമുത്തരാം. അങ്ങനെ ശുകദേവ ഗോസ്വാമി പറഞ്ഞു, അലയോ പരീക്ഷിത് മഹാരാജാവേ, പരമദിവ്യോത്തമ പുരുഷൻ ഇങ്ങനെ ആ രണ്ട് ദേവകുമാരന്മാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ മര ഉരലിൽ ബന്ധിതനായി കിടക്കുന്ന ഭഗവാനെ പ്രദക്ഷിണം വെച്ച് പ്രണമിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണനോട് യാത്രാ അനുവാദവും വാങ്ങി അവർ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങി. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പരീക്ഷിത് മഹാരാജാവിന് ശുകദേവ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അപ്രകാരം ഭഗവാനിൽ നിന്ന് അനുഗ്രഹം നേടിയ മണിഗ്രീവനും നളകുബേരനും സ്വഭവനങ്ങളിലേക്ക് മടങ്ങിയതായി നമുക്ക് മനസ്സിലാക്കാം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ യമളാർജുന വൃക്ഷങ്ങളുടെ മോക്ഷപ്രാപ്തി എന്ന 10ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹരിബോൽ, ഹരേ കൃഷ്ണ. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾ എന്നുള്ളൊരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ എല്ലാ ശ്ലോകങ്ങളും വിശദമായി വിവരിച്ച് മലയാളത്തിൽ വിവരിച്ച് പ്ലേലിസ്റ്റില് ഫസ്റ്റ് കാണ്ടോ, സെക്കൻഡ് കാണ്ടോ, തേർഡ് കാണ്ടോ ഇങ്ങനെ 7 സ്കന്ധം വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഓരോ പ്ലേ സ്റ്റോറിലൂടെ പോയാൽ ഭാഗവതം പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.